വിവോ പോഡ്കാസ്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒറിജിൻ OS 6, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ആ ഒരു വീഡിയോസ് എയർ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ ഒരു ഒറിജിൻ OSൻ്റെ ഹിസ്റ്ററി, ഇത് ഏത് സാഹചര്യത്തിലാണ് ലോഞ്ച് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായിട്ട് VBA മാനേജർ നമ്മോടൊപ്പം ചേരുകയാണ് മിസ്റ്റർ അബീഷ് വല്ലഭൻ. ഹലോ സർ, വെൽക്കം. നമ്മുടെ വിവോ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് OS ആണ് വിവോ, ഇത് ഈ ഒറിജിൻ OS. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന OS എന്ന് പറയുന്നത് ഫൺ ടച്ച് OS ആണ്. ഇപ്പോൾ 2020 കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒറിജിൻ OS ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് ചൈനയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 2025 ഗ്ലോബലി നമ്മൾ ഈ ഒറിജിൻ OS 6 സ്റ്റാർട്ട് ചെയ്തു. X300 Pro ആണ് ഏറ്റവും ആദ്യത്തെ ഡിവൈസ്. ഇത് വരുന്നത് ഈ പറഞ്ഞ OS ഉപയോഗിച്ച് വരുന്ന ഏറ്റവും ആദ്യത്തെ ഡിവൈസ് X300 Pro ആണ്. നമ്മളിപ്പോൾ കറൻ്റ് റൺ ചെയ്യുന്ന X സീരീസ് ആയാലും B സീരീസ് ആയാലും നമ്മൾ ഡിസംബർ ജനുവരിയോടെ എല്ലാ കസ്റ്റമേഴ്സിനും അതിൻ്റെ അപ്ഡേഷൻ കിട്ടും. ബാക്കിയുള്ള ഹാൻഡ്സെറ്റുകളെല്ലാം നമ്മൾ നെക്സ്റ്റ് ഇയർ ഒരു മിഡോടെ എല്ലാ ഹാൻഡ്സെറ്റുകൾക്കും അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് കൊടുക്കുന്നതാണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ഗാലറിയിൽ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ശരിക്കും കുറേ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് അത് കാണുക എന്ന് പറയുന്നത് മറ്റുള്ള ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒറിജിൻ OS 6 കൊണ്ടുവന്നിട്ടുണ്ടോ? ഒറിജിൻ OS 6 ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു കൺസ്യൂമർ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാൻഡ്സെറ്റിൽ ഏകദേശം 5000-6000 ഫോട്ടോസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പഴയ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ഹാൻഡ്സെറ്റ് എടുത്തു, നേരെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഏറ്റവും താഴെ ഫുള്ള് സ്ക്രോൾ ചെയ്ത് തീർക്കണം. ഇപ്പോൾ ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പിഞ്ച് സൂം എന്ന് പറയും. ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നേരെ ചെറുതായിട്ട് എൻ്റെ ആ 5000 ഫോട്ടോസ് നമുക്കിനകത്ത് സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് ഫോട്ടോ ആണ് അദ്ദേഹത്തിന് എടുക്കേണ്ടത് നേരെ സ്വൈപ്പ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ അപ്ഡേഷനിൽ ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഗാലറിയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇനി എങ്ങനെയാണ് ഈ ഫോട്ടോസ് ആയാലും എല്ലാ വലിയ ഡോക്യുമെന്റ്സ് ആയാലും ഇനിയല്ല വലിയ വീഡിയോസ് ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? പുതിയ അപ്ഡേറ്റ് നല്ലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ടാപ്പ് ടു ഷെയർ എന്ന് പറയും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഫോണിൽ ഈ പറഞ്ഞ ഞാൻ OS അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ചെയ്താൽ മതി. ഈ പറഞ്ഞ ഫോണിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും വിത്തിൻ സെക്കൻഡ്സ് പുതിയ ഹാൻഡ്സെറ്റിൽ കിട്ടും, മറ്റുള്ള ഹാൻഡ്സെറ്റിൽ കിട്ടും. അതേകൂട്ട് തന്നെ iOS നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം വീഡിയോസ് എല്ലാം iOS സിമ്പിളായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഓപ്ഷനോടെ സാധിക്കും. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് ഒറിജിൻ OS 6ൻ്റെ ഒറിജിനെ കുറിച്ചാണ്. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട കൺസ്യൂമറോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിവോയുടെ ഹാൻഡ്സെറ്റിൻ്റെ കൂടെ വരുന്ന ഏറ്റവും പുതിയ OS ആണ് ഒറിജിൻ OS. നമ്മുടെ ഹാൻഡ്സെറ്റിൻ്റെ സെറ്റിങ്സിൽ അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്ഡേഷൻ കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ ഹാൻഡ്സെറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നല്ല അനുഭവമായിരിക്കും തരുന്നത്. യെസ്, തീർച്ചയായിട്ടും ഒറിജിൻ OS 6 എന്ന് പറയുന്നത് ഏറ്റവും അധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ള ഒരു OS തന്നെയാണ്. സോ ഇതിൻ്റെ മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. Till then, this is bye from Geetika Girish. Vivo.